ഹലോ, വെൽക്കം ടു ലേൺ ടു ഇൻസ്പയർ ഫാമിലി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രവീൺ കാവിൻ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജേർണി, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഹായ് സാർ. താങ്ക് യു. സാർ, ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ജേർണി ശരിക്കും പറഞ്ഞാൽ അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും ഞങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും ഒക്കെ ഒരുപാട് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ ഒരു ട്രെയിനിങ് ഫീൽഡിലോട്ട് സാർ വന്നത്? യെസ്, ആദ്യമായിട്ട് ഞാൻ ശരിക്കും ആദ്യം ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ എന്നെ അറിയാവുന്നതുണ്ടാകുമായിരിക്കും. എൻ്റെ ഒരു ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിന്നാണ്. ഒരു 10ാം ക്ലാസ് +2 ഒക്കെ കഴിയുന്ന സമയത്ത് ചെറിയ ചെറിയ പടങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പല പല സ്റ്റെപ്പുകൾ നമ്മൾ കണക്ട് ചെയ്ത് ഇന്ന് എനിക്ക് ശരിയായ ഒരു മിഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. നേരത്തെ ഒരു ഏജൻസി റൺ ചെയ്തിരുന്നു, അതിനുശേഷം ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്ന യാത്ര എന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റേജിൽ നിന്ന് ഒരു ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തു. ആർട്ട്ലൈൻ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അഡ്വർടൈസിംഗ് കമ്പനിയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടെയാണ് ശരിക്കും ഞാനൊരു ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു സാധ്യത ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആദ്യമായിട്ട് വെബ്സൈറ്റ് ഡിസൈനിങ്. ശരിക്കും നമ്മളൊരു 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്സ് ആണെങ്കിലും വളരെ എങ്ങനെയെങ്കിലും ഒരു 10ാം ക്ലാസ് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പഠനം എന്നുള്ളത് ഒരു 10ാം ക്ലാസ് വരെ എങ്ങനെയെങ്കിലും എന്നാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സും അങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അതിനപ്പുറം പിന്നീട് എന്തെന്ന് നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു +2 വരെ എത്താൻ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് കൂടെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ചെറിയ രീതിയിൽ ഗ്രീറ്റിങ്സ് ഒക്കെ ആ സമയത്ത് നല്ല നല്ല ഗ്രീറ്റിങ്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്തിട്ട് ചെറിയ ചെറിയ പൈസ 10 രൂപ 5 രൂപയ്ക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കും. അന്ന് ബിസിനസ് തുടങ്ങിയ +2 ടൈമിൽ. കാരണം അത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു അത്യാവശ്യ കാര്യങ്ങൾ റൺ ചെയ്യാനുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ഒരു ഗ്രാഫിക് ഡിസൈനിങ് കമ്പനിയിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തു. പെട്ടെന്ന് അവിടെ നിന്ന് അത്യാവശ്യം നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് എപ്പോഴും നമുക്ക് കരിയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാം. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അഡ്വർടൈസിങ് കമ്പനിയിലാണ്. അവിടെ പോയിട്ട് ഈ ഓൺലൈൻ സാധ്യതകൾ ഐഡൻറ്റിഫൈ ചെയ്തു, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പഠിച്ചു, പുതിയ പുതിയ സ്കില്ല് പഠിച്ചു. അപ്പോഴൊക്കെ ഞാൻ എടുത്തിരുന്ന ഒരു പാത്രം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ കൂടെ കയറി പോകുന്നതാണ്. അതായത് ആദ്യ സമയത്തൊക്കെ ഗൾഫിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് വലിയൊരു ബൗണ്ടറി ആയിരുന്നു, സംസാരിക്കാൻ അറിയില്ല. അന്ന് ഞാനൊരു സിമ്മൊക്കെ എടുത്തിട്ട് അവിടെയുള്ള കസ്റ്റമർ കെയർ ആൾക്കാരുമായിട്ട് മാക്സിമം അവരെ ഉപയോഗപ്പെടുത്തിയൊക്കെയാണ് ലാംഗ്വേജ് നമ്മൾ ശക്കലെങ്കിലും ഒന്ന് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ കിട്ടിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി പിന്നീട് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഡിജിറ്റൽ കാര്യങ്ങൾ കഴിഞ്ഞ് +2 കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ പഠനം സ്റ്റോപ്പായി. അപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ സാഹചര്യം പറ്റില്ല. അങ്ങനെ ഞാൻ ശ്രമിച്ച് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകുന്നു. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു 3 വർഷം. സ്കൈഡോർ മീഡിയ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും എനിക്ക് കിട്ടിയത് ഒരു സ്വന്തം കമ്പനി എന്ന പോലെ ആ സ്ഥാപനത്തെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് തോന്നി. അവിടെയുള്ള ജോസ് മാലിയം സാർ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. അവിടെ തന്നെ ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് എനിക്ക് പഠിക്കാൻ പറ്റി. അദ്ദേഹം എങ്ങനെയാണ് കസ്റ്റമറുടെ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രസൻറ്റേഷൻ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളോട് മനസ്സിലാക്കി ആ ഒരു 3 വർഷം കൊണ്ട് ആ കമ്പനിയെ നല്ല രീതിയിൽ അപ്ലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, മാസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു, തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്ക് വന്നു. അവിടെ 2 കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എല്ലാം ഈ പറയുന്ന പോലെ പെട്ടെന്ന് കയറിയൊന്നുമായിരുന്നില്ല. ഒരു റൂമിനകത്ത് ചെറിയൊരു ഫ്രീലാൻസ് ആയിട്ട് തുടങ്ങി. പിന്നെ കമ്പ്യൂട്ടറുകളുടെ എണ്ണം കൂടി ഒരു ഏജൻസി നന്നായിട്ട് റൺ ചെയ്തു. ഈ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം പ്രോജക്റ്റ് ചെയ്യാൻ എൻ്റെ കൂടെ വരും, എന്നെ അറിയാം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു, ബിസിനസ്സുകാർ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് അപ്പോളോ ഡെമോറിലാണ്, 2 മണിക്കൂർ ക്ലാസ് എടുക്കാമെന്ന് വെച്ചു. അന്ന് വരെ ഇപ്പോൾ സംസാരിക്കുന്ന ഇത് ഒന്നും രീതിയിലും ഞാൻ സംസാരിച്ചിട്ടില്ല. അങ്ങനെ വർക്ക് ചെയ്യാനറിയാം, വരയ്ക്കാനറിയാം. ആ ഒരു സ്കില്ല് മാത്രം വെച്ച് ഏജൻസി ചെയ്തുകൊണ്ട് ഏജൻസി റൺ ചെയ്യുമ്പോൾ പോലും കസ്റ്റമറിനടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കും, പക്ഷേ പബ്ലിക്കിലോട്ട് ഇറങ്ങി സംസാരിക്കാൻ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ആ ഒരു 2 മണിക്കൂർ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആദ്യമേ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, മൈക്ക് ആദ്യമായിട്ടാണ് പിടിക്കുന്നത്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ പരസ്യം ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അത് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്ത് ഒത്തിരി ബിസിനസ് ഓണേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഫുൾ ഡേ ക്ലാസ് വേണം. അങ്ങനെ 2018 ഞാൻ ആദ്യമായിട്ട് ട്രെയിനിങ് എന്ന ഫീൽഡിലേക്ക് വന്നു. അന്ന് ഞാൻ ട്രെയിനിലേക്ക് വരുമ്പോൾ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ഒരു 10-15 പേര് ഒരു മിനിമം ടീം വെച്ചാൽ തുടങ്ങിയ
അത്രയും പേരുടെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലായത് എന്താണ് ട്രെയിനിങ് എന്നുള്ളത്. അന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ അറിവാണ് എല്ലാം, ഫീൽഡിൽ എനിക്ക് ഈ ഫീൽഡിൽ എല്ലാത്തിലും അറിവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇടപഴകി കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആൾക്കാരോട് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ തോറും എൻ്റെ നോളജ് അപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു 3 വർഷം 1 മാസം പോലും ഗ്യാപ്പില്ലാതെ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ട്രെയിനിങ് ചെയ്തു. അങ്ങനെ 1000-ലധികം ആൾക്കാരെ ഏറ്റവും അടുത്തിരുന്ന് സംസാരിക്കുകയും അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ നോക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. ഞാൻ എത്രത്തോളം ഷെയർ ചെയ്യും അത്രത്തോളം എനിക്ക് നോളജ് കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ആക്സിഡൻ്റലി വന്ന് ഞാൻ ട്രെയിനിങ്ങിലേക്ക് വന്നതാണ്. ഓക്കെ സാർ. അതുപോലെ ഈ ട്രെയിനിങ് ഫീൽഡിൽ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് സാർ മനസ്സിലാക്കിയ കാര്യം എന്താണ് ശരിക്കും ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, അതുപോലെ തന്നെ അവർക്ക് എന്താണ് ശരിക്കും വേണ്ടത്, അതൊക്കെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്, അതുമാത്രമല്ല അത് എങ്ങനെ ഷിഫ്റ്റ് ചെയ്തു സാറിൻ്റെ മൈൻഡിലൊരു ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ലൈഫ് തുടക്കത്തിൽ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ജോലി എന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്ഥാപനത്തിലേക്ക് ഗ്രാജുവലി സ്കില്ല് എപ്പോഴൊക്കെയാണോ ഞാൻ അപ്ഡേറ്റ് ചെയ്തത് അപ്പോഴൊക്കെയാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നത്. സ്ഥാപനം റൺ ചെയ്ത സമയത്തും ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്തും ധാരാളം വരുമാനം വരും. ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു എമൗണ്ട് കയ്യിൽ വരും. അങ്ങനെ കേരളത്തിലെ 8 പ്രോഗ്രാംസ് അടുത്തടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ ഞാനൊരു ട്രാവലിംഗ് ഞങ്ങളുടെ ടീമായിട്ട് ചെയ്താൽ തിരിച്ചു വരുമ്പോൾ ഒരു നല്ല എമൗണ്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും സാമ്പത്തികമായിട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും അറിഞ്ഞിരുന്നില്ല ഇതെല്ലാം ഓക്കെ ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എൻ്റെ ഉള്ളത്. എല്ലാം ഓക്കെയാണ്, എല്ലാം ഭംഗിയായിട്ടാണ് പോകുന്നത്, ഇത്രയും ക്ലയൻസ് ഉണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഞാൻ ഈ ലാസ്റ്റ് ലോക്ക്ഡൗൺ സമയത്ത് ദുബായിലൊരു പ്രോഗ്രാം ചെയ്ത് അവിടെ ലോക്കായി, നമ്മുടെ ഇന്ത്യൻ എയർപോർട്ട് ലോക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ 3 മാസം സ്റ്റേ ചെയ്തപ്പോൾ ഈ ഇത്രയും തിരക്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാൾക്ക് ഒരു 3 മാസം സമാധാനമായിട്ടിരുന്ന് ചിന്തിക്കാൻ അവസരം കിട്ടി. അപ്പോൾ അതെനിക്ക് കിട്ടിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇരുന്ന് ആലോചിച്ചു നമ്മുടെ ഈ പോക്ക് പോകുകയാണെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും. അന്ന് വരെ ഞാനൊരു ഫ്രീഡം അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ഈ രീതിയിൽ ഇരുന്നിട്ടില്ല. 3 മാസം ഫ്രീ ആകാൻ പറ്റുക നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ആ ഒരു ഓട്ടത്തിൽ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ചിന്തിച്ചു എനിക്ക് എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം, ഏറ്റവും നന്നായിട്ട് ട്രെയിനിങ് ചെയ്യണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്കൊരു മെൻറ്ററെ കിട്ടി. അദ്ദേഹം പല കാര്യങ്ങളും ഫ്രീഡത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യില്ല, നമ്മൾ ബ്രേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് എൻ്റെ മനസ്സോട്ട് നന്നായിട്ട് കണക്റ്റഡായി. പുള്ളിക്കാരൻ ഓൾറെഡി ഒരു ഏജൻസി റൺ ചെയ്തിരുന്നതും ആ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അടുത്ത് നിന്നൊരാൾ പറയുന്ന ഒരു കണ്ടു. ആ സമയത്ത് തന്നെ ഫുള്ളി ഞാൻ സറണ്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തു. ആ വെബിനാർ രാത്രി 11 മണിക്ക് വെബിനാറായിരുന്നു. ആ സെയിം വെബിനാറിനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും ഇരുന്ന് കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലായി ഈ ഒരു 2 മണിക്കൂർ വെറും കാര്യങ്ങൾ പറയുകയല്ല, വളരെ അടുക്കും ചിട്ടയായിട്ട് ഒരു അബോട്ടസ് പറഞ്ഞ് അതിനകത്തൊരു സെയിൽസ് ഉണ്ടെന്നും വെബിനാർ സെല്ലിംഗ് ഫോർമുല ഉണ്ടാകും. മനസ്സിനെ അദ്ദേഹം ആണ്, ഞാൻ പേയ്മെൻറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ്, ഞാനല്ല. ആ ലെവലിൽ അദ്ദേഹം പൊസിഷൻ ചെയ്യുന്നതും ആ പ്രൈസിൻ്റെ സ്ട്രാറ്റജി പഠനമൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി മിഷനോടുകൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. ഫുള്ളി സറണ്ടർ ചെയ്തു. അതിനുശേഷം എനിക്ക് എൻ്റെ മൈൻഡ് ചേഞ്ച് ആയ ഒരു കാര്യം പറഞ്ഞു, അതുവരെ ഫോൺ ഭയങ്കരമായിട്ട് റിങ് ചെയ്യും, എപ്പോഴും ഫോൺ വിളിക്കണം. കാരണം നമ്മൾ ഏജൻസി റൺ ചെയ്യുന്നുണ്ട്, കസ്റ്റമറിൻ്റെ കോൾ വരും. ഇപ്പം ഒരിക്കലും ഫോൺ ഇല്ലാത്ത അല്ലെങ്കിൽ ഇൻകമിങ് കോൾ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഒരാൾ പറയാൻ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം കറക്റ്റ് പറഞ്ഞ് നമ്മൾ ഇൻകമിങ് കോൾസ് സ്റ്റോപ്പ് ചെയ്യണം, നമ്മൾ മറ്റ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ചെയ്യണം. ഓക്കെ, അന്ന് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ ഡയറക്റ്റ് വിളിക്കുകയാണെങ്കിൽ ഒരു SMS നമ്മൾ തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനൊരു മീറ്റിങ്ങിലാണ്, എന്താണെന്നുള്ളത് ഒന്ന് വാട്സപ്പിൽ വോയിസ് അയക്കാമോ എന്നൊരു മെസ്സേജ് കൊടുക്കുക. എത്ര തിരക്കിൽ ആൾ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾ അദ്ദേഹത്തിന് നോക്കിയതിന് ശേഷം റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പല രീതിയിൽ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയും നമുക്ക് പരീക്ഷിക്കാം എന്നുള്ളത് ഞാനത് ട്രൈ ചെയ്തു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കോൾ എടുക്കാതെ ഏത് കോൾ വന്നാലും പെട്ടെന്ന് എടുക്കാതെ ഒരു SMS ചെയ്തിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ എന്നെ കൂടുതലായിട്ട് ചിന്തിപ്പിച്ചു. അപ്പോൾ അവർ എന്തിനാണ് വിളിക്കുന്നതെന്ന് അവർ വോയിസ് ആയിട്ടുള്ള അയച്ച് അവർ പറയുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്താൽ മതി. ഇതില്ലാന്നുണ്ടെങ്കിൽ വെറുതെ ആൾക്കാർ പറഞ്ഞാണ് വിളിക്കുന്നത്, നമ്മുടെ സമയം നമ്മളെ ഇങ്ങോട്ട് ആൾക്കാർ ഈ ഫോൺ കോൾ കല്ലെറിയാൻ പോലും നമ്മൾ നിന്ന് കൊടുക്കുക. അപ്പോൾ ആ ലെവലിൽ നമ്മൾ പൊസിഷൻ ചെയ്യരുത്. ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കണമെങ്കിൽ നമ്മളെ സെക്യൂർഡ് ആക്കേണ്ടത്. ആദ്യം എടുത്ത ഡിസിഷൻ ഇൻകമിങ് കോൾസ് കട്ട് ചെയ്തിട്ട് ഒരു IVR സിസ്റ്റത്തിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പറയും, ക്യാപ്ചറിലേക്ക് വിളിച്ചതിന് നന്ദി, നിങ്ങളുടെ സന്ദേശം വോയിസ് ആയിട്ട് വാട്സാപ്പിൽ അയക്കാൻ പറയും. എന്നിട്ട് ആ വാട്സാപ്പിന് വളരെ ശ്രദ്ധയോടുകൂടി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തിനാണോ അവർ എന്നിലേക്ക് വരുന്നത് ഞാൻ ആ വാല്യൂ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് കിട്ടിയത് ഭയങ്കര ഫ്രീഡമാണ്.
കാരണം ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് മറ്റെല്ലാ സമയത്തും എനിക്ക് ഫോൺ ടെൻഷനില്ല. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം എനിക്ക് കുറെ കൂടെ ചിന്തിക്കാൻ സമയം കിട്ടി. ആഴ്ചയിൽ ഞാൻ ബ്രേക്കിംഗ് ടൈം എടുത്തു. എൻ്റെ മെൻറ്റർ എന്നോട് എന്താണോ പറയുന്നത് അത് ഫുള്ളി ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പുതിയൊരു സിസ്റ്റത്തെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെയാണ് ഒരു ഫ്രീഡം ബിസിനസ് മോഡലിലേക്ക് വരുന്നത്. മാക്സിമം വാല്യൂസ് കൊടുക്കുക, സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട് എന്നുള്ള ശബ്ദം അതെൻ്റെ മൈൻഡ് സെറ്റിനെ ടോട്ടലി ചേഞ്ച് ചെയ്യിച്ചു. അത് എല്ലാ ദിവസവും കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്തിനായി ജീവിച്ചിരിക്കുന്നത് കുറേ അർത്ഥങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ പിന്നീട് ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴും ആൾക്കാരുടെ സംസാരിക്കുമ്പോഴൊക്കെ എങ്ങനെ എനിക്ക് കൂടുതൽ വാല്യൂസ് കൊടുക്കാം, എങ്ങനെ ആൾക്കാരെ സഹായിക്കാം എന്നുള്ളതായി. ബാക്കി പൈസ രണ്ടാമതും അതിനപ്പുറമായിട്ട് വാല്യൂ കൊടുക്കാൻ പറ്റി. ആ ഒരു മൈൻഡ് സെറ്റ് വന്നതിന് ശേഷം ഞാൻ മനസ്സിലായി, സാധാരണ നമ്മൾ മണി മോട്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയമുണ്ട്. പക്ഷേ മണി എന്നുള്ളതൊക്കെ വളരെ താഴെ നമ്മുടെ മൈൻഡിനെ പൊസിഷൻ ചെയ്യാൻ കഴിയുന്ന വളരെ ഉയരത്തിലാണെന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റും. പിന്നീട് ഞാൻ ഓരോന്നിങ്ങനെ ചിന്തിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ചെസ് ബോർഡ് കളിക്കുമ്പോൾ ആ ചെസ്സിൻ്റെ കരിക്കളിൽ നിന്നാണ് കളിക്കുന്നത് പല ബിസിനസ് ഓണേഴ്സും. തൊട്ടടുത്തുള്ളവരെയൊക്കെ കാണാം. പക്ഷെ നമ്മളതിന് മുകളിലേക്ക് പോയി താഴോട്ട് നോക്കുമ്പോഴേ ശരിയായ വ്യൂ മനസ്സിലാവത്തുള്ളൂ. അപ്പം അങ്ങനെ ഓവർ വ്യൂസ് മനസ്സിലാക്കാൻ കഴിയും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണോ ഞാൻ ചിന്തിക്കുന്നത് അത് റിസൾട്ടായിട്ട് വരുന്ന കണ്ടു. ഫൈനലി എനിക്ക് കിട്ടിയ ഏറ്റവും ഒരു ഗോൾഡൻ ഇതെന്ന് പറയുന്നത്, നമ്മൾ ട്രെയിനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാനം ഏറ്റവും നല്ല ട്രെയിനിങ് എങ്ങനെ കൊടുക്കും, അതാണ് ഞാൻ എൻ്റെ മെൻറ്ററോട് ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ട്രെയിനിങ്ങും ഈ ടൂൾസും ഒക്കെ ഒരു സൈഡിൽ ഇരിക്കട്ടെ, പക്ഷെ അതെല്ലാം നമുക്ക് ആരുടെയെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ കഴിയുമെങ്കിൽ അതാണ് ശരിയായ ട്രെയിനിങ്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ ഇത്രയും ആൾക്കാരുടെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അതിൽ എത്ര പേരുടെ ജീവിതങ്ങൾ വ്യത്യാസമായി. അപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു നല്ല അധ്യാപകൻ ഒരു കുട്ടിയെ ശരിയായ രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് വിടുമ്പോൾ അതിന് സമയം കൊടുക്കുമ്പോൾ അവിടെയാണ് ശരിയായ അധ്യാപകൻ. ഇപ്പോൾ ഞാൻ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ബാക്കിയെല്ലാം മാറി. പിന്നെ നമ്മൾ വെബിനാർ ചെയ്യുമ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോഴും ഇതൊക്കെ സെയിൽസ് വിട്ടതിന് ശേഷം ഈ കൂട്ടത്തിൽ ഏതൊരാളുടെ ലൈഫിലാണ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഞാൻ അങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങി. ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം സാധ്യതകളുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നല്ല അധ്യാപകരെ പറയും ഇവരെ പിടിച്ച് നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ഒന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തത്, ഈ സോളാർ പാനലൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇന്ന് ഒരു ജീവിതത്തിൽ ക്യാമറ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇവർക്ക് നല്ല പ്രോഡക്റ്റ് ഉണ്ട്, സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ചില ആൾക്കാരെ പോയിന്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ആദ്യം കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ചെയ്യാൻ പറഞ്ഞു, വീഡിയോയിലേക്ക് അവർ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ വെറും 2 സ്റ്റാഫ് മാത്രമായിട്ട് സ്ഥാപനം റൺ ചെയ്തിരുന്ന ആൾ അദ്ദേഹത്തിന് 8 സ്ഥാപനങ്ങളായി ഒത്തിരി സ്റ്റാഫിൻ്റെ എണ്ണം കൂടി അദ്ദേഹത്തിന് വീഡിയോസിലൂടെ കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവാം. പുള്ളി വിചാരിച്ചിട്ടുണ്ട് ഇത്രയും സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഉപയോഗിക്കാനായിട്ട് സഹായിക്കുക, അതായത് എൻ്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ചും എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി. പിന്നീട് ഞാൻ ആ ട്രാക്ക് കറക്റ്റ് പിടിച്ചു. വരുന്നവരെല്ലാം വീഡിയോസ് ചെയ്യിക്കുക, അതുകൊണ്ട് പ്രയോജനം ചെയ്യിക്കുക. അപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ചെടികളൊക്കെ വിൽക്കുന്ന ആൾക്കാർ 1 കോടി രൂപയ്ക്ക് മുമ്പ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ആമസോൺ പ്ലാറ്റ്ഫോംസ്, അപ്പോൾ എല്ലാവർക്കും ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കാമെന്നും അത് ഇങ്ങനെയാണെന്നും എൻ്റെ സ്കില്ലും കൂടെ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയും ഞാൻ ചിന്തിക്കുന്നത് പൂർണ്ണമായിട്ടും മണി മോട്ട് മാത്രമല്ലാതെ എങ്ങനെ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. ഫൈനലി എനിക്ക് എൻ്റെ മെൻറ്റർ പറഞ്ഞിരിക്കുന്നത് 10% ചാരിറ്റബിൾ നമ്മൾ മന്ത്ലി ചെയ്യാം. അപ്പോൾ ഞാനത് ഫോളോ ചെയ്തു. അതിനുശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അത് റിപ്പിൾ എഫക്റ്റിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും ഞാൻ ചെയ്യുന്ന കോഴ്സസ് പലരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇൻകമോ ബിസിനസ്സോ ഒന്നും ഞാൻ മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ ഡിലേ ആവുന്നില്ല. എനിക്ക് കുട്ടികളുടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻകം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ടെക്നിക്കൽ സ്കില്ലിനൊക്കെ ഞാൻ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്ത് ഫൈനലി ഞാൻ നോക്കുന്ന ഇത്രയേ ഉള്ളൂ. എൻ്റെ ഓഫ് ദ ഡേ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറേ ആൾക്കാരെ സഹായിക്കാൻ, അവരുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അതായിട്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സാർ പറഞ്ഞു, ഞാൻ ട്രെയിനിങ് ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഏജൻസി റൺ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഏജൻസി ഓണർ ആയതുകൊണ്ട് തന്നെ ലൈക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഷിഫ്റ്റ്, ആ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അറിയാം നമുക്ക് ക്ലയൻസ് ഉണ്ട്, നമുക്ക് സംസാരിക്കണം, അങ്ങനെ ഒരു ഷിഫ്റ്റിൽ നിന്ന് ഇതിലോട്ട് മാറുമ്പോഴത്തേക്ക് ബിക്കോസ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷെ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആളുകൾക്ക് അറിയാതെ. അപ്പോൾ സാറ് എങ്ങനെയായിരുന്നു അതിനകത്ത് നിന്നുള്ളൊരു ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു? ഞാൻ ഈ ഒരു ഏജൻസിയിലേക്ക് വന്നത് ശരിക്കും ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഡിവൈസ് ലെവൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സാലറി ഉണ്ട്, കുറച്ച് ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യണം.
ആ സമയത്ത് എനിക്ക് വർക്കിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ശനി ഞായർ ലീവാണ്, പക്ഷെ ബാക്കി ദിവസം വർക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ കല്യാണം ആ സമയത്താണ് കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞപ്പം വൈഫ് ഡോക്ടറേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ റിസർച്ച് എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ പോയിട്ട് ചെറിയ ചെറിയ ജീവികളെയൊക്കെ കൊണ്ടുവന്നിട്ട് മരുന്നുകൾക്ക് വേണ്ടിയിട്ടൊക്കെ റിസർച്ച് ചെയ്യുക, പുതിയ സ്പീഷീസ് കണ്ടെത്തുക. അപ്പോൾ 3-4 ദിവസം പോകണം, അത് ഓക്കെ. പക്ഷേ ഒരാഴ്ച അതിൽ കൂടുതലൊന്നും നമുക്ക് ലീവ് കിട്ടില്ല. അപ്പം നന്നായിട്ട് കമ്പനി പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ലീവുകളുടെ എണ്ണം കൂടുതൽ വന്നു. എനിക്ക് ഫ്രീലാൻസ് വർക്ക് ഉണ്ട്, ശനി ഞായർ നമുക്ക് ഓഫ് ആയതുകൊണ്ട് നമുക്ക് മറ്റു വർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വർക്ക് കിട്ടുന്നേക്കാൾ എമൗണ്ട് ഫ്രീലാൻസ് വന്നിട്ട് അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ ഒരു റൂമിൽ ഒരു സിംഗിൾ കമ്പ്യൂട്ടറിലാണ് ഞാൻ കാൽസോൾ എന്നുള്ളൊരു പേരും ഞങ്ങൾ രണ്ടും കൂടി ഇരുന്നൊരു പേരിട്ടിട്ട് സ്ഥാപന പ്രൊപ്പറേറ്റർ ഫാമായിട്ട് രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് സ്ഥാപനത്തിൽ വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അത്രയും നാൾ എൻ്റെ റിലേഷനിലുണ്ടായിരുന്ന കസ്റ്റമേഴ്സിനെല്ലാം കൃത്യമായിട്ട് വാല്യൂസ് കൊടുക്കുകയും എൻ്റെ സമയം കൊടുക്കുകയും നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രാഫിക് ഡിസൈനിങ്ങിലാണെങ്കിലും പ്രോഡക്റ്റിലാണെങ്കിലും നമ്മൾ സെയിൽസ് വർദ്ധിപ്പിച്ച് കൊടുത്താൽ ഒരു കാരണം വെച്ചാൽ ഇവർ നമ്മളെ വിട്ടുപോകത്തില്ല. അപ്പം ഞാൻ ചെയ്തിരുന്ന റോളും അങ്ങനെയാണ്. എൻ്റെ അടുത്ത് വരുന്നവർക്ക് അവരുടെ ഈ ഇടയ്ക്കുള്ള കാര്യങ്ങൾ വിട്ടിട്ട് നേരെ അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചുകൊണ്ട് ഒരു പറ്റും ആൾക്കാരുണ്ട്. അവർ എത്ര വന്നാലും പുറത്തു പോകില്ല. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ 2 കമ്പ്യൂട്ടറായി, പിന്നെ ഒരു റെൻറ്റഡ് സ്പേസ് എടുത്തു, 5 ആയി, 6 ആയി, 10 ആയി, 16 ആയി, എക്സ്റ്റേണൽ ടീമായി. അങ്ങനെ ഞാൻ സ്കെയിൽ ഫിറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കാം, ആ ഒരു ചിന്ത തന്നെയായിരുന്നു, ജോലി കൊടുക്കാം. അങ്ങനെ ചെയ്യും. പക്ഷേ ഈ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നം, നമ്മൾ ഡീൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഏത് സിറ്റുവേഷനോടും നമ്മൾ നിൽക്കും. ഈ തുടക്ക സമയത്തൊക്കെ ധാരാളമായിട്ട് നമ്മളെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, ചെറിയ എമൗണ്ട്സിനൊക്കെ വർക്ക് തരിക, പല രീതിയിൽ പ്രശ്നമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചില ആൾക്കാരുടെ കട്ടൗട്ടായിട്ട് ചിലതൊക്കെ പറയും. അതായിരുന്നു എൻ്റെ കമ്പനിയിലെ വാല്യൂ സിസ്റ്റം. ഞാൻ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം സേ നോ എന്നാണ്. ചെയ്യാൻ പറ്റാത്ത വർക്ക് പറ്റില്ല എന്ന് പറയുന്നതിനെയാണ് പ്രൊഫഷണലിസം ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കുറേ വർക്കുകൾ നോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എസ് പറഞ്ഞാൽ അതോടെ നടന്നിരിക്കും. അങ്ങനെ ഒരു വാല്യൂ സിസ്റ്റം ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് വർക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്ത സമയത്തും ഞാൻ ചെയ്തത് വളരെ അടുത്ത് മോണിറ്റർ ചെയ്യാം. വാട്സപ്പിലെ മെസ്സേജ് വരാം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക, എന്നിട്ട് കൃത്യമായിട്ട് പറയുക കറൻ്റ്ലി ഞാനിപ്പോൾ പുതിയ പ്രൊജക്റ്റ് എടുക്കുന്നില്ല. അങ്ങനെ ആ വലിയ ഒഴുക്കിനെ വളരെയധികം ചിന്തിച്ച് അവരുടെ ഒരു പെയിൻ പോയിന്റ് എനിക്കറിയാം. ഞാൻ കറക്റ്റ് സമയത്ത് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും അതറിയാം. അപ്പോൾ തുടക്ക സമയത്ത് വളരെ ക്ലോസ് ആയിട്ട് ഞാൻ ഫോൺ കോൾ കട്ട് ചെയ്തപ്പോൾ മോണിറ്റർ ചെയ്തു അവരെന്തിനാണ് വരുന്നത്, എന്താണ്. പിന്നീട് ഞാൻ ഈ പ്രോജക്ട്സിൽ എന്തെങ്കിലും എടുക്കേണ്ടി വരികയാണെങ്കിൽ കൃത്യമായിട്ട് ടൈം ബൗണ്ടായിട്ട് എടുക്കാൻ തുടങ്ങി. മുമ്പ് ടൈം എന്ന് പറഞ്ഞ കാര്യമില്ല. ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രോജക്റ്റ് തീർന്നാലും വർക്ക് ഉണ്ടാവും. പിന്നെ ടൈം കൊണ്ടുവന്നു. പിന്നെ ഇവരുടെ അടുത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് പറഞ്ഞാലേ അടുത്ത സ്റ്റെപ്പ് പോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമേഴ്സ് തന്നെയാണ്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെയും കൂടെ അങ്ങോട്ട് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. നമ്മളൊരു മിഷൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ് ആണ്. ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറയുന്നത് എൻ്റെ ഇൻകമിങ് കോളിനെ സിസ്റ്റമൈസ് ചെയ്യുക. പക്ഷെ അതുകൊണ്ട് എനിക്ക് കിട്ടിയ പ്രയോജനം അന്നുണ്ടായിരുന്നേക്കാളും 10 കണക്കിന് ആൾക്കാരെ ഓൺലൈനിൽ എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ട്രെയിനിങ് കൊടുത്ത് ലൈവ് ചെയ്ത ആൾക്കാർ അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ ഞാൻ ബിൽഡ് ചെയ്തതാണ് കമ്മ്യൂണിറ്റി. ഒരു ഏജൻസി എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് നമ്മുടെ ഈ കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ഈ വർക്കുകൾ വരുന്നതനുസരിച്ച് സ്കെയിലബിലിറ്റി ഉള്ള സിസ്റ്റമായിട്ടാണ് ഏജൻസി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ നമ്മുടെ സ്റ്റാഫ് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ കൊണ്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റേഷൻസ് ധാരാളമുണ്ട്. അവരുടെ ആബ്സെൻസ് വരാം, പലതും വരാം. പക്ഷേ കുറച്ചുകൂടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏജൻസി റൺ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള സംവിധാനം വന്നിട്ട് എത്ര പ്രോജക്റ്റ് വന്നാലും കൂടുതൽ ആൾക്കാരെ ഫ്രീലാൻസ് ആയിട്ട് ആഡ് ചെയ്യുന്ന സംവിധാനമാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റേഷൻസ് ഇല്ല. കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്ത് ട്രെയിനിങ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ മറ്റ് നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾക്ക് അവരുടെ ലിമിറ്റഡ് സ്റ്റാഫോ റിസോഴ്സോ വെച്ചിട്ട് വർക്ക് എടുക്കണം. വർക്ക് കൂടും, ചില സമയത്ത് വർക്ക് ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ വർക്ക് കൂടുന്ന സമയത്ത് ചില ക്ലയൻസിന് റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല, ചിലതിന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾ ഈ ഒരു ഏജൻസിയിൽ ഞാൻ മനസ്സിലാക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നോ പറയാൻ പഠിക്കുക. എത്ര വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മൾ നോ പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെഡ് ലൈൻസ് മസ്റ്റ് ആയിട്ട് വയ്ക്കുക. ഏത് പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇത്ര മണിക്കൂർ, ഇത്ര ദിവസം, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത റിന്യൂവൽ, ഡെഡ് ലൈനോട് കൂടി വർക്ക് ചെയ്ത് രണ്ടുമാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്. അതുപോലെ തന്നെ പിന്നെ ഇപ്പം ഈ ഒരു ജേർണിയിൽ സാർ കാണുന്നൊരു വിഷൻ എന്താണ്? ഇനി ഒരു പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ നമ്മുടെ ഒരു സാർ കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന കേരളത്തിലാണ്, അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊക്കെ പഠിച്ച സമയത്ത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നോളജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നോളജ് ഇൻ്റർനെറ്റിലൂടെ പലതും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലത്ത് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അത് ഫുള്ള് റീവാമ്പ് ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയാലേ സ്കൂൾ ജീവിതം ഒരിക്കലും നമ്മുടെ പഠനത്തിന് തടസ്സമുണ്ട്.
ഓക്കെ, അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് മാത്രമല്ല കാര്യങ്ങൾ, അതിനപ്പുറത്ത് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ പഠനത്തിന് സ്കൂളോ കോളേജോ ഒന്നും ഒരു ഫുൾ സ്റ്റോപ്പ് ആകരുത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ വരും. അപ്പം ഒരു കുട്ടി അവൻ വളർന്നു വരുന്ന സമയത്ത് അവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്പപ്പെടെ കഴിയുമ്പോൾ അവൻ്റെ ടാലൻ്റ് അനുസരിച്ച് അവന് മാക്സിമം ഇഷ്ടമുള്ളത് ലോകത്തിൻ്റെ ആരുമായിട്ടും പഠിക്കാം. ഇനിയുള്ള ഫ്യൂച്ചർ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൂമിനകത്ത് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇനി അടുത്ത ഒരു 5 വർഷത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ചേഞ്ച്, ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് അറബിക്കിലോ മറ്റ് ലാംഗ്വേജിലോ ഇൻസ്റ്റന്റ് ആയിട്ട് കേൾക്കും. അപ്പൊ അതിന്റെ പ്രത്യേകത നമ്മുടെ കുട്ടികള് അവര് കൂട്ടുകൂടുന്ന കുട്ടികൾ ജപ്പാനിലുള്ള കുട്ടികളുമായിട്ടായിരിക്കും. ഇപ്പൊ നമുക്ക് നിലവിൽ അത് പോസിബിൾ ആണ്, പക്ഷേ ഡിലേ ഉണ്ട്. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ് ട്രാൻസ്ലേഷൻസ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ പറയുന്ന കേരളമോ എന്ന് പറയുന്നതും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു സാധനമാണെന്ന് മനസ്സിലാവും, അവരുടെ മനസ്സ് വലുതാവും. അപ്പം നമ്മൾ ഇപ്പോഴും കടുംപിടുത്തം പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിലാണ്, നമ്മൾ ഇന്ത്യയിലാണെന്ന് പറയുന്നതല്ല, ഈ ലോകമാണ് കുട്ടികൾ കാണുന്നത്. കുട്ടികൾ അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ തക്കണം, അവർക്ക് അത്രയും സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും കുട്ടികളിൽ നിന്ന് പലതും പഠിക്കാനായിട്ട് മാറുകയും കുട്ടികൾ ഇവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ വിട്ടുകൊടുക്കുകയും. അപ്പോൾ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പം പലരും ആണെങ്കിലും പഠിച്ചു മാർക്ക് ബേസ് ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതിനുപരിയായിട്ട് ഇപ്പം ആരാണെങ്കിലും എത്ര ഏജ് ആണെങ്കിലും നമ്മൾ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഗ്രോത്ത് ഇരിക്കുന്നത്. അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്? നമ്മുടെ ഒരു കത്തി മൂർച്ച കൂട്ടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണോ അത്രയേ ഉള്ളൂ. മൂർച്ച കൂട്ടാതെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അത് കുറേ വെട്ടിയാൽ അത് മുറിയത്തുള്ളൂ. പക്ഷെ ഒന്ന് മൂർച്ച കൂട്ടിയാൽ വെട്ടണം. അതെ, ആ മൂർച്ചയുള്ള സാധനം ആവശ്യമില്ലാത്തടത്ത് കുറേ വെട്ടിക്കഴിഞ്ഞാൽ ആ സ്കില്ലൊക്കെ അങ്ങ് പോകും. നമ്മുടെ സ്കിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അതിനെയും കൂടെ നമ്മുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാൻ റൈറ്റ് പ്ലേസിൽ ആ സ്കില്ല് ഉപയോഗിക്കുമ്പോഴാണ് അത് തെറ്റാവുക. അപ്പോൾ ആ രീതിയിൽ സ്കില്ലെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നന്നായിട്ട് ഇപ്പോൾ പുതിയ വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇൻകം വരുന്നത്. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് B2B ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വലിയ കാര്യത്തിൽ പറയും, പക്ഷേ എൻ്റെ B2B എന്ന് പറയുന്നത് ബാക്ക് ടു ബേസിക് ആണ്. തിരിഞ്ഞു നോക്കി എൻ്റെ പാഷൻ എന്താണോ അതിനെ കണക്ട് ചെയ്യുന്ന സ്കില്ലുകൾ നമ്മൾ പഠിക്കണം. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സ്കില്ലോ ഇല്ലെങ്കിൽ കുറെ കൂടെ അടിച്ചു പൊളിക്കാനുള്ള സ്കില്ലോ ഒന്നുമല്ല, നമ്മുടെ പാഷനെ സാറ്റിസ്ഫൈഡ്, നമ്മൾ എത്ര ചെയ്താലും മടുത്തു പോകാത്ത കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന സ്കില്ലുകൾ പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിട്ട് മാറും. അതുപോലെ നമ്മുടെ ഒരു പാഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ബിക്കോസ് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ എപ്പോഴും ഉള്ളൊരു പാഷനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ അത് എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവരവരുടെ ആ ഒരു നമ്മളുള്ളിൽ തന്നെ നമ്മളെ തന്നെ നോക്കുമ്പോഴാണല്ലോ നമുക്കൊരു ആ റിയലൈസേഷൻ ഉണ്ടാകുന്നത്. സോ ആ ഒരു റിയലൈസേഷൻ എങ്ങനെയാണ് ഓരോ മനുഷ്യനും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ഒരു ആസ്പെക്റ്റ് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പലപ്പോഴും നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം, ചിന്തിച്ചാലേ ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ബിസിനസ് മീറ്റിൽ ഒരാളുടെ അടുത്ത് ചോദിച്ചു, നല്ല തിരക്കുള്ള മനുഷ്യനാണ്, പുതിയ വർഷത്തിൻ്റെ പ്ലാനിങ്ങായിട്ട് വന്നത്, ഒരു 7 ദിവസം ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടോട്ടലി ഒന്ന് ഫ്രീ ആകാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അദ്ദേഹത്തിന് ചിന്തിക്കാന്ന് പറഞ്ഞിട്ട് 1% ആലോചിക്കാൻ പറ്റില്ല. അദ്ദേഹം ഭയങ്കരമായിട്ട് 7 ദിവസം സാറേ ഒരു 3 ദിവസം. അപ്പോൾ അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഇത് കേൾക്കുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ തന്നെ എല്ലാം ഉണ്ട്. അത് തിരിച്ചറിയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് എടുക്കണം. ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കാതെ മിനിമം ഒരു ബ്രേക്ക് എടുക്കണം. ഏതൊരു ലൈഫിലും കരിയറിലും നമുക്ക് എവിടെയെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തോന്നിയാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരൊറ്റ പോക്കിന് പോകും. പക്ഷെ ആ യാത്രകൾ നമ്മളെ ക്ലാരിറ്റി തരും. ചിലപ്പോൾ നമ്മൾ ഫാമിലി ലൈഫിലായിരിക്കാം, മറ്റ് പല സിറ്റുവേഷൻസിലായിരിക്കാം, പക്ഷെ നമ്മൾ ചില ബ്രേക്കുകളാണ് നമ്മളെ തിരിച്ചറിവിൽ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് നമ്മൾ വിട്ടുകൊടുക്കണം. പൂർണ്ണമായിട്ട് ടി വിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും. അപ്പോൾ ഫുൾ ഇതെല്ലാം മാറ്റിയിട്ട് എപ്പോഴാണോ നമ്മൾ ചിന്തിക്കുന്നത് അന്ന് നമ്മൾ തിരിഞ്ഞു നോക്കും. എൻ്റെ പാഷൻ എന്താണ്, കുട്ടിക്കാലത്ത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ട്രെയിനിങ്. അപ്പോൾ നമ്മളിലേക്ക് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് എടുക്കുക. ആ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും. പിന്നെ നമ്മൾ ഇരുന്ന് ആലോചിക്കും, ശരിയാണ് ഞാൻ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പോൾ നമ്മളോട് സംസാരിച്ച് ആലോചിച്ചാലേ നമ്മുടെ ആ ഒരു പാഷനിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. അതൊരിക്കലും മറ്റൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കില്ല. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ പുതിയ കാര്യങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകൾ അതിനെ, ചില ആൾക്കാർ പേടിയോടെ കാണുന്നുണ്ട്, ചില ആൾക്കാർ അതിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും?
അതോ ആളുകളുടെ ജോലി പോവോ? ചില ആൾക്കാർ അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ എങ്ങനെയാണ് അതിനെ നോക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് എല്ലാത്തിനും നമ്മൾ ബാക്ക് ഒന്ന് നോക്കണം, ഒരു ചരിത്രത്തിലേക്ക് നോക്കേണ്ട ആവശ്യമാണ്. നമ്മൾ ഈ ഫേസ്ബുക്ക് ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട്, ഫേസ്ബുക്ക് വന്നൊരു കാലമുണ്ട്, ഇനി ഫേസ്ബുക്ക് ഇല്ലാത്തൊരു കാലം വരും, പുതിയ സാധനങ്ങൾ വരും. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെന്നുള്ള വ്യക്തി കഴിഞ്ഞ വർഷങ്ങൾ ഒരു 5 വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് ചിന്തിക്കുകയാണെങ്കിൽ 5 വർഷം മുമ്പ് നമ്മുടെ സ്കിൽ എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരുന്നു, ഇതെല്ലാം പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ നോക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്നത് അവരുടെ ടെക്നിക്കൽ അപ്ഡേറ്റ് ചെയ്യുന്ന സ്കില്ലുകൾ, അവരുടെ ചിന്തകൾ, അവരുടെ കമ്പ്യൂട്ടർ യൂസേജ്. ഇപ്പം എൻ്റെ മൊബൈലിലെ പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ മോൻ ഈ ചില പിക്ചേഴ്സിനൊക്കെ ഇങ്ങനെ കറക്കിയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ കാണുന്നത്. കാരണം അവരുടെ വിരൽ കറക്കുന്നതനുസരിച്ച് സാധനങ്ങൾ മാറുക. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഉപയോഗിച്ചിട്ടും നമ്മുടെ ഈ ടെക്നിക്കലി ചെയ്യുന്ന ഞാനാ പറയുന്നത്, എൻ്റെ മൊബൈലിൽ പോലും ചില സാധനങ്ങൾ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയും പറ്റുമല്ലേ എന്ന് ചിന്തിക്കണം. അപ്പോൾ അത്രയും അവരുടെ മനസ്സിലേക്ക് അത് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു കാര്യത്തെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, നമ്മൾ ഈ ടെക്നോളജിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയായിരിക്കില്ല മറ്റൊരാളുടെ. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും പഠിച്ചെടുക്കാൻ കാലതാമസം വരും. ചിലത് നമ്മൾ അടുത്തിരുന്ന് ഒരു 5 മിനിറ്റ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് പറയാൻ പറ്റും. പക്ഷേ ആ ഒരു 5 മിനിറ്റ് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലെങ്കിൽ വർഷങ്ങളോളം ചിലപ്പോൾ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക, ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ടെക്നോളജി എത്രയൊക്കെ മാറിക്കഴിഞ്ഞാലും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രയാണ് മുടക്കിയത്, എത്ര ചിലവ് വരുന്നത്, ഞാൻ മുടക്കിയത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ചിന്ത പോകുന്ന പൈസയിലേക്കാണ്. അല്ല, ഞാൻ എത്ര സമയം ഇതിന് ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ ചിന്ത എത്ര ഇൻവെസ്റ്റ് ചെയ്തു, അതിനൊരു വൈറ്റ് പേപ്പറിലേക്ക് കൊണ്ടുവരാൻ തക്കോണ സിംപ്ലിഫൈ ചെയ്താൽ അതിന് ഏത് ടെക്നോളജി വന്നാലും നമുക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഗൂഗിൾ ഷീറ്റ് പോലുള്ള കാര്യങ്ങൾ ഇത്രയും യൂസ് ചെയ്യാൻ പറ്റുന്നത്. മറ്റ് CRM സോഫ്റ്റ്വെയർസ് ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റ് വെച്ചാണ് മൾട്ടിനാഷണൽ കമ്പനികളുടെ ബിസിനസ് പോകുന്നത്. കാരണം അത്രയും പവർഫുൾ ആണ്. അപ്പം നമ്മൾ ഈ ടെക്നോളജി കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ കാര്യങ്ങൾ വരുമ്പോൾ ബിസിനസ്സിന്റെ സ്കെയിലബിലിറ്റിക്ക് ഇത്ര ലിങ്ക് നമുക്ക് പഠിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് ഒരാളെ അസൈൻ ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിങ്ങനെയാണ്, ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്, നമ്മുടെ ആ ഒരു ബേസിക് നോളജിനെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അതിന് സ്കില്ലുള്ളവരെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ ഈ തിങ്കിങ് ടൈമിന് നമ്മളിപ്പോൾ ഇതിനൊക്കെ പറയുമ്പോഴും ആ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താണ് തിങ്കിങ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതിനുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് എന്ന് പറയാമോ? സാധാരണ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ശനിയും ഞായറും നമുക്കുണ്ട്, അല്ലെങ്കിൽ ബാക്കി ദിവസമുണ്ട്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് ആഴ്ചയിൽ 4 ദിവസം വർക്ക് ചെയ്യുക, 4 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുക, അത്രയും വർക്ക് ചെയ്താൽ മതി. അതിലേക്കാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫുൾ ഡേ തിങ്കിങ് ഡേ ആയിട്ട് കിട്ടും. ആ തിങ്കിങ് ഡേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചത് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ ഞാനെന്ന് ഉദ്ദേശിക്കുന്ന എന്നെ പോലെയുള്ള ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈലിൽ നിൽക്കുന്നവർക്ക് ഒരു ഫോൺ കോളോ ഇൻകമിങ് ഡിസ്റ്റർബൻസോ ഇല്ല. എന്ത് ഫ്രീ ആ ലൈഫ്, എനിക്ക് എന്ത് ചിന്തിക്കാം. ശരിക്കും പറഞ്ഞാൽ കൊതി വരും. ഞാനത് അച്ചീവ് ചെയ്തല്ല. എൻ്റെ കൂടെ ആയിരക്കണക്കിന് ബിസിനസ് ഓണേഴ്സ് ഇന്ന് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ ബിസിനസ് അപ്പുറം നടക്കും. ബിസിനസ്സിനകത്ത് പെട്ടുപോകാതെ മാറി നിൽക്കാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട്. അപ്പോൾ തിങ്കിങ്ങിൻ്റെ പർപ്പസ്ഫുള്ളി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളത് ചില സബ്ജക്റ്റുകൾ നമ്മൾ കുറേ നേരം ഇതിന് വേണ്ടിയിട്ട് ഇരുന്നാലേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മൾ എവിടെ ഇരുന്ന് ചിന്തിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ചിന്ത മാറും. ഇപ്പം ഞാൻ ഈ ഒരു വർഷത്തിൽ ചെയ്യുന്നത് എല്ലാം ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം ഏതെങ്കിലും ഒരു നല്ലൊരു ഹോട്ടലിലേക്ക് പോവുക, അവിടെ റൂം എടുത്ത് താമസിക്കാം. ഇതൊരു സർക്കിളിലേക്ക് വരും. അപ്പോൾ എല്ലാ 1-ാം തീയതി 2-ാം തീയതി ആകുമ്പോൾ കഴിഞ്ഞ മാസം അനലൈസ് ചെയ്തിട്ട് പുതുതായിട്ട് എന്ത് ചെയ്യണം, അഡ്വർടൈസിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഓഫീസിലിരുന്ന് ചിന്തിക്കുന്ന മാത്രമല്ല, അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രഷ്നെസ് വരും. പക്ഷെ അതില്ലാതെ നമ്മൾ ഈ തിരക്ക് പിടിച്ച് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ മാസവും ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടറുണ്ട്, സാധനങ്ങളുണ്ട്, ഇതിൻ്റെ എല്ലാം വിലയുണ്ട് അല്ലേ? ആ ഓഫീസിലെ ഏറ്റവും വില കൂടിയ വസ്തു ഇതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ കൂടെ ഒരാളെ വർക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കും, AC കൊടുക്കും, എല്ലാ സമയവും. പക്ഷേ എനിക്ക് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻസാണ്. നമുക്ക് വില കൊടുത്തില്ലെങ്കിൽ ലോകത്ത് ആരും വില തരില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ പൊസിഷൻ ചെയ്ത് നമ്മളെ ഇരുത്തേണ്ടടുത്ത് കൊണ്ടിരുത്തി നമ്മളെ ട്രീറ്റ് ചെയ്താൽ നല്ല ഔട്ട്പുട്ട് വരും, ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേ ഡിസ്റ്റർബൻസ് ഒഴിവാക്കുക. കാരണം ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ഈ ഓവർലോഡ് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിന്തയൊന്നും വരത്തില്ല. അപ്പോൾ ശാന്തമായിട്ടിരിക്കാൻ കഴിഞ്ഞാൽ തിങ്കിങ് അവേഴ്സ് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെൻഡിസേറ്റ് പറയുന്ന പോലെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണോ പോകുന്നത് അതായിരിക്കും. അത് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ 100% കാരണം ഞാനത് എക്സ്പീരിയൻസ്. പല ആൾക്കാർ ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് അവിടെ തന്നെ എത്തും. പക്ഷേ ഇത് ശരിയാവുമെന്ന് പറയുന്ന ആൾക്ക് അത് ശരിയാക്കാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ചിന്തകൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്ത് ചിന്ത വന്നാലും ഇപ്പോൾ പൊസിഷൻ ചെയ്യുന്നത്
കമ്മ്യൂണിറ്റിക്ക് മാക്സിമം വാല്യൂ കൊടുക്കുക, ഏതെങ്കിലും ഒരു ലൈഫിന് വേണ്ടി പ്രയോജനപ്പെടുക. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വരുന്ന സമയത്ത് ചിന്തിക്കുന്നത്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരല്പം ഒന്ന് ഞാനിപ്പോൾ ഈ സംസാരിച്ച നേരത്തെ 7 ദിവസം ഫ്രീ ടൈം എടുക്കാൻ പറഞ്ഞു. ഈ കാണുന്ന ഏതെങ്കിലും ഒരാൾ ഇതിന് ശേഷം കൃത്യമായിട്ട് ഓഫീസിൻ്റെ തിരക്കൊക്കെ മാറ്റി വെച്ച് ചിലപ്പോൾ ലോണും ജപ്തി വരെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഒരു 7 days മാറി നിന്ന് തിരിച്ചപ്പോൾ പുതിയൊരു കുട്ടിയെ പോലെ അവരുടെ മനസ്സ് ഫ്രഷ്, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സാധനത്തെ പുറത്തു കൊണ്ടുവരാൻ ഈ തിങ്കിങ് അവേഴ്സ് സഹായിക്കുന്നത്. ഞാനിവിടെ വരാനുള്ള ഒരു ഉദ്ദേശം ഈ വീഡിയോ കാണുന്ന ആരോ ഒരാളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് എന്നെ മോട്ടീവ്. അപ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ച് പോകാൻ കുറേ വ്യൂസ് കൂട്ടുക, അതൊന്നുമില്ല. കേൾക്കുന്ന ഒരാളുടെയെങ്കിലും ലൈഫിൽ വ്യത്യാസം വരണം. അവർക്ക് അതുകൊണ്ട് നാളെ ഒരു സമയത്ത് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടുവെന്നോ ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എനിക്ക് ആ സമയമുണ്ട്. മറ്റേത് 10 പ്രോജക്റ്റ് അഡ്വർടൈസിങ് കമ്മ്യൂണിറ്റി ചെയ്യുമ്പോൾ 10 പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 അടുത്ത് നമ്മുടെ എനർജി പോകും. ഇപ്പോൾ എൻ്റെ എനർജി എല്ലാം ഞാൻ ഫോക്കസ് ചെയ്ത് ഒരിടത്ത് കൊണ്ടുവരുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു ലാസ്റ്റ് എൻ്റെ ഓഫ് ദ ഡേ തിരിഞ്ഞു നോക്കി വലിയൊരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ സാറിന് ഈ ജേർണിയിൽ മാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പലപ്പോഴും ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ഒരു ജേർണി മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് മാമിൻ്റെ സപ്പോർട്ട്? എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ ട്രെയിനിങ് ഫീൽഡിലാണെങ്കിലും എല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാ സ്റ്റെപ്പും കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് അത് കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് ഇങ്ങനെ ഒന്ന് ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ എന്തോ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എന്തോ ഒരു ശക്തി എന്നെ ക്രമീകരിക്കുന്നുണ്ട്. അതിൻ്റെ പാർട്ടായിരുന്നു ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച സ്ട്രഗിള്, അതിനുശേഷം റൈറ്റ് ഒരു പാർട്ട്ണറെ കിട്ടുന്നത്, അതിനുശേഷം ജോലിയിൽ നിന്ന് മാറേണ്ടി വന്നത്, ട്രെയിനിങ് ഫീൽഡിൽ വരുന്നത്, ഇത്രയും പേർക്ക് ഷെയർ ചെയ്ത് റൈറ്റ് മെൻറ്റർഷിപ്പ് കിട്ടുന്നത്. ഫൈനലി ഇന്ന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടണമെന്ന് വിചാരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ചിലപ്പോൾ പബ്ലിക്കിൽ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ഒരു 100 പേർക്കെങ്കിലും വീടുകളില്ലാത്തവർക്കൊരു വീട് വെച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം പല ആൾക്കാർ പലത് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെ അത് ചെയ്യുക. അത് ഞാൻ ഓരോ മാസം ഒരു 10% മാറ്റി വെക്കുമ്പോൾ ചെയ്യും. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു കുടുംബജീവിതം എന്നുള്ളതിനൊക്കെ ഉപരി നമ്മുടെ വിഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്. അപ്പോൾ അമ്മയൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് 10% ചാരിറ്റബിൾ അക്കൗണ്ടിൽ പോകും. ആ ഒരു അക്കൗണ്ട് അമ്മയുടെ അക്കൗണ്ടിലാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെർ മന്ത് ഒരു 5 lakhs മുകളിൽ ആ ഒരു അക്കൗണ്ടിൽ പോകുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ബാക്കി എല്ലാം അതിനെ അലൈൻഡ്. ഈ സമൂഹം നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ട്രെയിനിങ് ആണ് ചെയ്യുന്നതെന്ന് അടുത്തുള്ള വീട്ടുകാർക്ക് അറിയില്ലായിരിക്കും, പക്ഷെ എന്തോ ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ ഇത് സ്പ്രെഡ് ചെയ്യപ്പെടും. ഓക്കെ, എൻ്റെ ജോലി എന്ന് പറയുന്ന ഒരു തേനീച്ച പോലെ ഓരോരുത്തരുടെ ജീവിതങ്ങളൊന്ന് ടച്ച് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പോൾ ആ ദൗത്യത്തിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ ഇൻബാലൻസിങ് ഉണ്ടെങ്കിൽ ഇതെല്ലാം അലൈൻഡ് ആകുന്ന ഒരു സമയമാണ്. സോ നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത് നമ്മുടെ മിഷനാണ്, നമ്മളെ വർക്കൗട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു മിഷനിലേക്ക് എത്തി അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നവരെ ലോകത്തിലെ ഒരാളുടെ സപ്പോർട്ട് നമ്മൾ നോക്കരുത്. പക്ഷെ അത് ആ ഒരു ഗ്രാജുവലി ഇങ്ങനെ കണക്ട് ചെയ്ത് വന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ റൈറ്റ് ആയിരുന്നു എന്ന് വിചാരിക്കും. നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ ചെയ്ത ഡിസിഷൻസും ഒക്കെ റൈറ്റ്. ചിലപ്പോൾ ഒരു ഏജൻസി ഞാൻ റൺ ചെയ്തുകൊണ്ടിരുന്നിട്ട് സ്റ്റോപ്പ് പറഞ്ഞത് പോലും എൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് പേര് ഏജൻസി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് മെമ്പേഴ്സ് ഉള്ള അവിടെ നിന്നാണ് ഇപ്പം ട്രെയിൻ ഫീൽഡിലോട്ട് വന്നേക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ അധികം ആരും ഒരുപാട് പേര് ഇല്ലെങ്കിലും റണ്ണാവുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സിസ്റ്റം ക്രിയേഷൻ കൊണ്ട് കിട്ടിയേക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് സാറിന് ഫീൽ ചെയ്തിട്ടുള്ളത്? ലൈക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഒരു ബിസിനസ്സുകാരന് ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം അതൊക്കെ എന്താണ് തോന്നിയിട്ടുള്ളത്? ഞാൻ നേരത്തെ ചെയ്തിരുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സമയം നേരിട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ട്രെയിനിങ് ആയതുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു റൂം സെറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റുഡിയോ ആക്കിയിട്ട് അവിടെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ലോകം മുഴുവനും സംസാരിക്കാം. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒത്തിരി കിടന്ന് വർക്ക് ചെയ്യാതെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു വെബിനാർ ആണെങ്കിൽ ആ വെബിനാർ 10,000 കണക്കിന് ആൾക്കാർ കാണും. അതല്ലാതെ ഞാൻ 10,000 ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ലിമിറ്റേഷനാണ്. ആ രീതി. പക്ഷേ എന്നാലും നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വെറുതെ ഇരിക്കുകയാണ് എന്നൊക്കെ ഫീലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതിന് ആ ഒരു കാര്യം നമുക്കറിയാം. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ അത് ഈ ഒരു അങ്ങനെയുള്ള ചിന്തകൾ, ബാരിയർ ഉണ്ടല്ലോ, ഓരോ ബ്ലോക്ക് ഉണ്ടല്ലോ, മെൻ്റൽ ബ്ലോക്ക്സ് ഉണ്ടല്ലോ. സോ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? നമ്മൾ ആരുടെ അടുത്താണോ കൂട്ടുകൂടുന്നത് നമ്മളും അതുപോലെ ആയിത്തീരും എന്നുള്ളതാണ്.
ഇപ്പോൾ എനിക്കൊരു മെൻറ്ററെ കിട്ടി. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്ത് കാണിച്ചതുകൊണ്ട് എനിക്ക് ജോലി എളുപ്പമാണ്. പല ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അദ്ദേഹം ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു 100 CRൻ്റെ വർക്ക് അവിടെ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് കാണാൻ കഴിയും. പുള്ളിക്കാരൻ മാത്രമല്ല, ഇന്ത്യയിലുള്ള ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു കൂട്ടത്തിലാണ് ഞാൻ പോയി ചേരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട് എത്രത്തോളം ലൈഫിനെ വ്യത്യാസം വരുത്തുകൊണ്ട് അവർ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണെന്നല്ല എനിക്ക് കണ്ടറിയാം. അത് കാണാത്തിടത്തോളം നമ്മൾ വിചാരിക്കും മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചിട്ട് നമ്മളിങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആ ഒരു കൂട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു ലോകമുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു വിമാനത്തിൽ പോയാൽ ഫ്രണ്ടിൽ കോർപ്പറേറ്റിലേക്ക് കയറുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്പേസ് വളരെ കുറവാണ്, ചെറിയ രീതിയിലൊക്കെയുള്ള ഓപ്ഷൻസൊക്കെയാണ്. അപ്പോൾ ആ ഒരു ചെറിയ സ്ഥലത്തിരുന്നായിട്ടാണ് അവർ ഈ ലോകം മുഴുവൻ ഫ്ലൈറ്റ് ഓടിച്ച് പോകുന്നത്. അതുപോലെയാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം ചെറുതായിരിക്കും, പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് വാല്യൂസ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരും. അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കാര്യം വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ, നമ്മളിപ്പം ബിസിനസ് ചെയ്യുന്നു, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമുക്കില്ല എന്ന് വരുമ്പോഴൊരു വ്യത്യാസമുണ്ടല്ലോ. കാര്യം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ, ഇപ്പം ഒരു പുതിയൊരാൾ അക്സെപ്റ്റ് ചെയ്തെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണല്ലോ. അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്നെ ഫുൾ റൺ ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ചിന്തകൾ മുഴുവൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ മിഷൻ ഫസ്റ്റ്, 2 കമ്മ്യൂണിറ്റി, 3ാമത്തെ സ്ഥാനമാണ് എനിക്ക്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ തുടങ്ങുന്ന സമയത്തും ഒത്തിരി ആൾക്കാർ കമ്മ്യൂണിറ്റിയിൽ വരും. പല തരത്തിൽ പല ബ്രെയിനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ ഒരേ ലെവലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റി മീറ്റിങ്ങിലും ഞാൻ എന്തിനാണ് ഈ കമ്മ്യൂണിറ്റി ഫോം ചെയ്തിരിക്കുന്നത്, എൻ്റെ കോഡ് ഓഫ് ഓണർ, പരസ്പര ബഹുമാനത്തിന് ഈ 5 കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഓരോ വീക്ക്ലി മീറ്റിങ്ങിലും കോഡ് ഓഫ് ഓണർ പറയുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ് ബേസ് ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവും. അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന നോളജ് ഷെയർ ചെയ്യരുത്. ഇങ്ങനെയുള്ള കുറേ കോഡ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നോളജ് ഷെയർ ചെയ്യുന്ന ഹബ്ബാണ്. ഒരിക്കലും നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യല്ല, നോളജ് ഷെയർ ചെയ്യാനായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇവരെല്ലാം അലൈൻഡ് ആവും. എൻ്റെ മിഷൻ എന്താണോ എല്ലാവരെയും ഒരു ഫ്രീഡം ലൈഫിലേക്ക് എത്തിക്കുക, അതാണ് എൻ്റെ മിഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കമ്മ്യൂണിറ്റി ഫോം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി കുറച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും, ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ ധാരാളം വ്യൂസ് കിട്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല, അത് ജസ്റ്റ് ഒരു ഫാൻ ബേസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതെന്ന് പറയുന്നത് കോറായിട്ട് പെയ്ഡ് കമ്മ്യൂണിറ്റീസാണ്. നമ്മുടെ ഒരു പേയ്മെൻറ്റ് തന്ന ആൾക്കാർ വരുന്ന കമ്മ്യൂണിറ്റിക്ക് കറക്റ്റ് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫ് ടൈം ആക്സസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വാങ്ങുന്ന എമൗണ്ട് ചെറുതായിരിക്കും, പക്ഷേ കിട്ടുന്നത് ഭയങ്കര ഹാപ്പി. അത് 1 man ഷോ എന്നല്ല, ഇത്രയും ആൾക്കാരായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ പവർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഒരു ILHS കമ്മ്യൂണിറ്റിയിൽ മീറ്റിങ്ങിന് പോയി ചെന്നൈയിലാണ്. അവിടെ പോയി ഓരോരുത്തരെയും ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു, എന്നിട്ട് ഇവരുടെ ഡീറ്റെയിൽസ് എടുത്തു. എന്നെക്കുറിച്ച് ഞാൻ വാട്സാപ്പിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നാണ് പറഞ്ഞ് മെസ്സേജ് ചെയ്തു. എന്നിട്ട് ഇവരുടെ പേര് ഞാൻ സേവ് ചെയ്യുമ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ടൂള്, ഇവരുടെ സ്ട്രെങ്ത് എന്താണ്, അത് തിരിച്ച് വന്നിട്ട് സൂം കണക്ട് ചെയ്തിട്ട് എഴുതും. അപ്പോൾ എൻ്റെ മൊബൈലിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് വന്നാൽ ആ ഒരു ടൂൾ എഴുതി കഴിഞ്ഞാൽ പടപെടാന്ന് കുറേ ആൾക്കാരുടെ ഇതുണ്ട്. എനിക്കൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു ബ്രോഡ്കാസ്റ്റ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 പേരുടെ ബ്രോഡ്കാസ്റ്റ് ഒരു ടൂളിലുണ്ടാവും. എന്നിട്ട് ആ ഒരു വോയിസ് കൃത്യമായിട്ട് പേര് പറയാതെ അടുത്ത് പറയാം, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതാന്ന് പറഞ്ഞ് വോയിസ് ഇടുമ്പോൾ 10 പേർക്ക് ആ വോയിസ് പോകും. ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് 2 പേരുടെ റിപ്ലൈ വരും. അപ്പോൾ ഇതെൻ്റെ കമ്മ്യൂണിറ്റി സ്ട്രെങ്താണ്. അപ്പോൾ ഇത് പരസ്പരം നോളജ് ഷെയർ ചെയ്യുന്നവരുടെ കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ആ റിലേഷൻ കിട്ടിയ. ഇല്ലാതെ ഇപ്പോൾ ഒരു ഹൈ പ്രൊഫൈലിൽ നന്നായിട്ട് അച്ചീവ് ചെയ്ത ഒരാളുടെ അടുത്ത് പോയി നമ്മൾ കൊടുത്താൽ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നവരായതുകൊണ്ട് ഒരു 1000 പേര് എന്നുള്ള ഒരു 100 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമ്മളിടുന്ന ഒരു വീഡിയോയ്ക്ക് തെമ്പിടാനുണ്ടെങ്കിൽ അത് വലിയൊരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടല്ലോ, ലൈക്ക് ഇൻഫർമേഷൻ ഇന്ന് യൂട്യൂബിലെല്ലാം അവൈലബിളാണ്, എന്തിനിങ്ങനെ പെയ്ഡായിട്ട് ചെയ്യേണ്ട കാര്യം, പെയ്ഡ് കമ്മ്യൂണിറ്റിയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് വന്ന് വീഡിയോയിൽ പറയുക, അതിൻ്റെ ബാക്ക് എൻഡിലുള്ള എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല. മീൻസ് അതിനകത്തുള്ള റിസർച്ച് ഉണ്ട്, അതുപോലെ തന്നെ എന്ത് കൊടുക്കണം എന്നുള്ള തിങ്കിങ് ടൈം ഉണ്ട്, പിന്നെ അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസും? ഈ സാധാരണ യൂട്യൂബിൽ കിട്ടാത്ത ഇൻഫർമേഷൻ ഇല്ല. നമ്മുടെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്, അതാണ് പ്രശ്നം. പക്ഷേ ഇവിടെ ഈ യൂട്യൂബിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ട് കുറേ കിടപ്പുണ്ട്. ഇൻഫർമേഷൻ ഇല്ല എന്നല്ല, എല്ലാം പല സ്ഥലത്താണ് കിടക്കുന്നത്. കൃത്യമായിട്ടൊരു പാത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നിടത്ത് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്. അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങണം, ഇങ്ങനെയാണ് പോവേണ്ട ഒരു പാത്ത് ഉണ്ടാവും. ആ പാത്തിലൂടെ
അറിയാതെ കടന്നു വരുന്നവർക്ക് ഞങ്ങളൊക്കെ സർട്ടിഫിക്കേഷൻസ് കൊടുത്ത് നെക്സ്റ്റ് ഒരു മന്ത്ലി ഒരു 1 lakh എല്ലാ ചിലവും പോയിട്ട് സേവ് ചെയ്യുക, 5 lakhs ഇങ്ങനെ ഒരു പാത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അത് 100 കണക്കിന് ആൾക്കാർ നടന്നു പോയ പാത്തിലാണ് നിങ്ങളും വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ലോങ് വിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ 1 CR മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി സിസ്റ്റത്തിലൂടെ ഒത്തിരി പേര് നമ്മുടെ കമ്മ്യൂണിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ കടന്നു വന്ന പാത്തിലൂടെ കുറേ ആൾക്കാർ സക്സസ് ആവുകയും ഇവർ പുതുതായിട്ട് വരുന്നവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു എക്കോ സിസ്റ്റമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് സക്സസ് ആയ ഒരാൾ ഒരു 5 പേര് നമ്മളെ ഇങ്ങോട്ട് എന്തായി നിങ്ങളുടെ കാര്യം ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ബിസിനസ്സിൽ വിജയിച്ച ഒരു 5 പേരുണ്ടെങ്കിൽ നമ്മളിവിടെ ആയിരിക്കും. ഇതൊരു 100 കൂട്ടം ആൾക്കാർ സക്സസ് ആയവർ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവർ, കാരണം അവർ വളരെ ബേസിൽ നിന്ന് അച്ചീവ് ചെയ്തവരാണ്. അപ്പോൾ അതാണ് കമ്മ്യൂണിറ്റിയുടെ പവർ. അത് നമുക്ക് ഈ ഒരു സിംഗിൾ ഷോയിലൊന്നും കിട്ടില്ല. ഒരാൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷേ കമ്മ്യൂണിറ്റിയുടെ പവർ കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു 2024 ജസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിലാണ് നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം 2024 ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും എന്താണ് സാറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? ഞാൻ സാധാരണ ഈ പറയുന്ന ചില വാക്കുകൾ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് കുറച്ച് സമയം ഇരുന്ന് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ജോലി ചെയ്യാതെയും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത ജോലിയുടെ റിഫ്ലക്ഷനായിട്ട് നമുക്ക് ഇൻകം വരാം. എന്നും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഒരു ഇൻകം വരുന്ന സാധ്യത ഐഡൻറ്റിഫൈ ചെയ്തില്ല എങ്കിൽ മരണം വരെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ 2024 ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വളരെ ഇതായിട്ട് പറയാം, ₹1 അടുത്ത വർഷം നിങ്ങൾ വർക്ക് ചെയ്യാതെ കിട്ടുമെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മൾ വർക്ക് ചെയ്യണം. മിനിമം ₹1 ഒരു ദിവസം വെച്ച് കിട്ടുന്ന പാസീവ് കാര്യങ്ങൾക്ക് ചെയ്താൽ, ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ കഴിഞ്ഞ 10 വർഷം നമ്മൾ ഈ ഒരു തോട്ടിലെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മന്ത്ലി ഇൻകം ഉണ്ട്. ആ ഇൻകം പാസീവായിട്ട് വരണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിയൊക്കെ തീർന്നു. അപ്പോൾ ഈ ഒരു വർഷം പാസീവ് ഇൻകത്തിലേക്ക് പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയത്. അതുമാത്രമല്ല ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുള്ളായെന്ന് ഒരു റീതിങ്കിൻ്റെ ടൈം ആയിട്ടുണ്ട് 2024 ഇനി എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിങ്ക് ചെയ്ത് ഒരു ടൈം എടുത്ത് പറഞ്ഞ പോലെ ഒരു 7 ഡേയ്സോ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്ത് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിന് താങ്ക് യു. ഇത്രയും നേരം ഈ ഒരു വീഡിയോയിലായിരുന്ന എല്ലാവരോടുള്ള നന്ദി പറയുന്നു. ധാരാളം മറ്റു വീഡിയോകളുണ്ടെങ്കിലും ഈ വീഡിയോയുടെ അവസാനം വരെ ഇരുന്ന കുറച്ച് പേരെങ്കിലുണ്ടാവും. നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ ആരാണോ ആയിത്തീരണമെന്നുള്ളത് നമ്മളാ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം ഞാൻ എന്തായിത്തീരണം എന്നുള്ളത്. സമൂഹമോ ഇല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളും മാറ്റി വെച്ചിട്ട് എനിക്ക് എൻ്റെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ കഴിയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നാൽ നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കാലിലൊക്കെ കുറേ ചങ്ങലകളാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാം, പലതരത്തിലുള്ള മന്ത്ലി EMI കാണും, പലതരത്തിലുള്ള ബാധ്യതകളൊക്കെ ചങ്ങലകളാണ്, പൊട്ടിക്കാൻ കഴിയില്ല. പക്ഷേ ആ ഒരു ചങ്ങല പൊട്ടിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ച് ഒന്ന് ഇറങ്ങിയാൽ ഒരു ആനയെ പോലെയാണ്. ഒരു മിനിറ്റ് കൊണ്ട് അതിന് പൊട്ടിക്കാം. പക്ഷേ അത് കൊച്ചിലെ ശീലിച്ചത് കൊണ്ട് അറിയുന്നില്ല ഈ കെട്ടുന്നത്. അപ്പോൾ ആ ഒരു കെട്ട് പൊട്ടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ വിശാലത കാണുവാനായിട്ട് കഴിയും. ഒത്തിരി പേരെ നിങ്ങൾക്ക് സഹായിക്കുവാനായിട്ട് കഴിയും. ബിസിനസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക വിത്ത് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വിഷനിലേക്ക് മാറുമ്പോൾ നമ്മളുമായിട്ട് സംസാരിക്കുന്നവരുടെ അത് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വർഷം നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെങ്കിലും സമൂഹത്തോട് തുറന്ന് സംസാരിച്ച് ശീലിച്ചാൽ സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ ദൗത്യത്തിൽ സമൂഹവും പാർട്ടാവും എന്നുള്ളതാണ്. താങ്ക് യു. താങ്ക് യു.